എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് 1201 ആണ്ട് വൃശ്ചിക മാസം 23 തീയതി 9/12/2025 ചൊവ്വാഴ്ച. എല്ലാവരും അവരവരുടെ വിശ്വാസപ്രകാരം ആചാരപ്രകാരം ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുക. ഇന്ന് എല്ലാ തരത്തിലും വളരെ സന്തോഷകരമായൊരു ദിവസമായിരിക്കും എല്ലാവർക്കും. ഇന്ന് വളരെയധികം ദോഷങ്ങളൊന്നും ആർക്കും കാണുന്നില്ല. ആദ്യമായി മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാലൻ. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ വന്ന് ഭവിക്കാൻ സാധ്യതയുണ്ട്. ശുദ്ധമായ മനസ്സോടുകൂടി ഏകാഗ്രതയോടും കൂടി ഓരോ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും. ശാരീരിക ക്ലേശങ്ങൾക്ക് അയവ് വരുന്ന ദിവസമാണ്. ബന്ധുമിത്രാദികളുടെ സഹായം കൊണ്ടും സഹകരണം കൊണ്ടും വളരെയധികം ജോലിഭാരം കുറയാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. അതേപോലെ പുതിയ പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുവാനും പുതിയ പുതിയ മേഖലകൾ ആയിട്ട് ബന്ധപ്പെടുവാനും ഒക്കെ സാധ്യതയുള്ള ദിവസമാണ്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല. എന്നാൽ ചിലവ് കൂടുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ബന്ധുമിത്രാദികളുമായി ആഘോഷങ്ങൾക്ക് പോകുവാനും സന്തോഷകരമായ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുവാനും ഒക്കെ സാധ്യതയുണ്ട്. മനസ്സിന് മാറ്റം വരുന്ന ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ ചില അടുത്ത സുഹൃത്തുക്കൾ അകന്നു പോകുന്നതായിട്ടും ചില പരിഭവങ്ങളും പരാതികളുമൊക്കെ വന്ന് ഭവിക്കുന്നതായിട്ടും കാണുന്നു. മാതാപിതാക്കളെ ശ്രദ്ധിക്കുന്നില്ല എന്നൊരു പരാതി മൂലം മനക്ലേശമുണ്ടാകാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കൾ നിങ്ങളെ വളരെ ചെറുപ്പത്തിൽ ശ്രദ്ധയോടുകൂടിയാണ് വളർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധ കൊടുക്കുന്നത് നന്നായിരിക്കും. അനുഗ്രഹങ്ങളും അതുപോലെ ഗുരുത്വവും ഒക്കെ വന്ന് ഭവിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോയാൽ ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായി കാണുന്നു. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ചില സാങ്കേതികമായ പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകൾക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ നല്ല അനുകൂലമായ ദിവസമാണ്. പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുവാനും അതുപോലെ പുതിയ കാര്യങ്ങൾക്ക് അംഗീകാരം ലഭിക്കാനും ഒക്കെ സാധ്യതയുള്ള ദിവസമായിരിക്കും. അതേപോലെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായ ദിവസമായിരിക്കും. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്ന് വളരെ അനുകൂലമായ ദിവസമായിരിക്കും. വിവാഹാദി കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്ന അല്ലെങ്കിൽ വിവാഹാദി കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാൻ നല്ലൊരു ദിവസമായിരിക്കും ഇന്ന്. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന രീതിയിലുള്ള ചികിത്സാരീതി കണ്ടുപിടിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. ചില ചെറിയ അപകടങ്ങൾ ഒഴിച്ചാൽ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല. പ്രത്യേകിച്ച് വീട്ടമ്മമാർ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. പുതിയ ഗ്രഹം വാങ്ങുന്നതിനോ അല്ലെങ്കിൽ പുതിയ വീട് വയ്ക്കാൻ തീരുമാനമെടുക്കുന്നതിനോ ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. നല്ല ആൾക്കാരെ പരിചയപ്പെടുവാനും അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനുമൊക്കെ സാധ്യത തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ഇന്ന് വളരെ അനുകൂലമായ ദിവസമായിരിക്കും. മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദമുക്കാൽ. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ചില അനുഭവങ്ങൾ വന്നു ചേരാം. ഉച്ചയ്ക്ക് ശേഷം വല്ലാത്ത ഒരു ക്ഷീണം അനുഭവപ്പെടുന്നതായി കാണുന്നു. ശാരീരികമായ അധ്വാനം മൂലമുണ്ടാകുന്ന ക്ഷീണമാണ്. സാരമാക്കേണ്ടതില്ല. മതിയായ വിശ്രമം എടുക്കുന്നത് കൊണ്ട് വളരെയധികം പരിഹാരം ഉണ്ടാകുന്നതാണ്. ദൂരയാത്രയ്ക്ക് സാധ്യതയുള്ളൊരു ദിവസമാണ് ഇന്ന്. അതേപോലെ ദൂരയാത്രയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കുന്ന ദിവസമാണ്. സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ സ്പോർട്സിൽ സെലക്ഷൻ കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായ വിധി ലഭിക്കുന്ന ദിവസമാണ്. നിയമപരമായ കാര്യങ്ങൾ ആയിട്ട് മുമ്പോട്ട് പോകുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദംകാല്, പൂയം, ആയില്യം. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. ശാരീരിക ക്ലേശങ്ങൾക്ക് അയവ് വരുന്ന ഒരു ദിവസമായിരിക്കും. ശാന്തമായി ഒരുപാട് കാര്യങ്ങൾ തീരുമാനിക്കാൻ അടുപ്പമുള്ളവരും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ സഹകരിക്കുന്ന ദിവസമാണ്. നിരന്തരം അലട്ടിക്കൊണ്ടിരിക്കുന്ന ക്രോണിക് ഡിസീസ് ഉള്ളവർക്ക്, അസുഖങ്ങളുള്ളവർക്ക്
ഇന്ന് ആശ്വാസം ലഭിക്കുന്ന രീതിയിലുള്ള ചികിത്സാ സമ്പ്രദായം തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് ഏറ്റവും നല്ല ദിവസമായിരിക്കും. സർജറി മുതലായ കാര്യങ്ങൾക്ക് ഒരുങ്ങുന്നവർക്കും അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ ദന്ത ചികിത്സയ്ക്ക് പറ്റിയ ഒരു ദിവസമാണ്. ചിലപ്പോൾ ദന്ത ചികിത്സയ്ക്ക് ഇട വന്നേക്കാം. ആരോഗ്യകാര്യങ്ങളിൽ ചില പ്രശ്നങ്ങളുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമാണ്. എല്ലാ മേഖലയിൽപ്പെട്ടവർക്കും അനുകൂലമായ ഒരു ദിവസമായിരിക്കും. എന്നാൽ കാർഷിക മേഖലയിൽ ഏർപ്പെട്ടവർക്ക് ചില വൈഷമ്യങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നേക്കാം. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. ഇന്ന് ലാഭകരമായ ബിസിനസ്സുകൾ നടത്തുവാനും പുതിയ എഗ്രിമെൻറ്റുകളിൽ ഒപ്പിടാനും ഒക്കെ സാധ്യതയുണ്ട്. ഗ്രഹം വാങ്ങുവാനോ അല്ലെങ്കിൽ ഗ്രഹം മോടി പിടിപ്പിക്കുവാനോ വസ്തുവകകൾ കച്ചവടം നടത്തുവാനോ ഒക്കെ അനുകൂലമായൊരു ദിവസമാണ് ഇന്ന്. സുഹൃത്തുക്കളുടെ സഹായം കൊണ്ട് പല കാര്യങ്ങളും അനുകൂലമായി വരുന്ന ഒരു ദിവസമായിരിക്കും. പങ്കാളിയുമായി കൂടിച്ചേർന്ന് ചില നല്ല കാര്യങ്ങൾ തീരുമാനിക്കുവാനായിട്ടും സന്താനങ്ങളുടെ സഹകരണത്തോടുകൂടി സാങ്കേതികമായ കാര്യങ്ങൾ ശരിയാക്കാനും ഒക്കെ സാധ്യത ഉള്ളതുകൊണ്ട് വളരെ മനസ്സമാധാനം ഉണ്ടാകുന്ന ദിവസമാണ്. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് പുതിയ മെഷീനറികൾ വാങ്ങുവാനോ അല്ലെങ്കിൽ പുതിയ സ്ഥാപനത്തിന് ഉതകുന്നതായ വസ്തുക്കൾ വാങ്ങുവാനോ സമാന്തരമായൊരു ബിസിനസ് തുടങ്ങാനോ ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരേര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ചില അനുഭവങ്ങൾ വരാമെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ചില പ്രതികൂലമായ സാഹചര്യങ്ങൾ തെളിഞ്ഞു വന്നേക്കാം. എല്ലാത്തിനും ഒരു തടസ്സം അനുഭവപ്പെട്ടേക്കാം. അതേപോലെ സാമ്പത്തികമായി ലഭിക്കുമെന്ന് അറിഞ്ഞ സഹായങ്ങൾ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്ന സഹായങ്ങളൊക്കെ പെട്ടെന്ന് അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ കൊണ്ട് മാറിപ്പോകുന്നതായിട്ട് മനപ്രയാസമുണ്ടായേക്കാം. എന്നാൽ വൈകുന്നേരത്തോടുകൂടി മനസ്സമാധാനം തിരിച്ച് ലഭിക്കുന്നതാണ്. നഷ്ടപ്പെട്ട മുതൽ തിരിച്ചു കിട്ടുവാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. ഉന്നത പഠനത്തിന് അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും. വിദേശ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, വിദേശവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. ശാരീരികമായി ഉണ്ടായിരുന്ന അസ്വസ്ഥതകൾക്ക് ശമനം ലഭിക്കുവാനും സാധ്യത കാണുന്നു. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായ സാഹചര്യങ്ങൾ തെളിഞ്ഞു വരുന്ന ദിവസമാണ്. മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യുവാനായിട്ട് സാധ്യതയുണ്ട്. എന്നേക്കുമായി നിന്നുപോയ ചില ബിസിനസ്സുകൾ പുനരാരംഭിക്കുവാനായിട്ട് സ്പോൺസറുകൾ അല്ലെങ്കിൽ സഹായികൾ വന്നു ചേരാനായിട്ട് സാധ്യതയുണ്ട്. ജലസംബന്ധമായി ജലവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ബോട്ട് അല്ലെങ്കിൽ കപ്പൽ ഇങ്ങനെയൊക്കെ തുടങ്ങിയ ജോലികൾ ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും. എന്നാൽ കായികമായ ജോലി ചെയ്യുന്നവർക്ക് സാധാരണ എല്ലാ തൊഴിലുകളും ഗാർഡനിങ് അതേപോലെയുള്ള കാര്യങ്ങൾ, മണ്ണ് ഒരുക്കൽ ഇങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ചില മുറിവ്, ചതവ്, ഒടിവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന ആളുകൾക്കും ചില തടസ്സങ്ങൾ നേരിടാനായിട്ട് സാധ്യതയുണ്ട്. സാമ്പത്തികമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടുന്നതായി കാണുന്നു. ഗ്രഹാന്തരീക്ഷത്തിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അയവ് വരുന്ന ഒരു ദിവസമായിരിക്കും. വൈകുന്നേരത്തോടുകൂടി മനസ്സമാധാനം തിരിച്ച് കൈവരുന്നതാണ്. ഏതായാലും ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക, എല്ലാം അനുകൂലമായി വരും. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ സമാധാനപരമായ ദിവസമായിരിക്കും. കുറേ നാളുകളായി ഉണ്ടായിരുന്ന ജോലിഭാരമൊക്കെ കുറയുന്ന ദിവസമായിരിക്കും. അലങ്കാരപ്പണികളിൽ ഏർപ്പെടുന്നവർക്ക്, കലാപരമായ ജോലികൾ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ പെയിൻറ്റിങ് അതുപോലെയൊക്കെ ചെയ്യുന്നവർക്ക് ഇന്ന് വളരെ ആശ്വാസകരവും സംതൃപ്തികരവുമായ രീതിയിൽ ഒരു ജോലി പൂർത്തിയാക്കാനൊക്കെ സാധിക്കുന്ന ദിവസമാണ്. കുടുംബാന്തരീക്ഷത്തിൽ ചില കലുഷിതമായ അവസ്ഥ വന്നേക്കാം. പങ്കാളിയുമായി ചില വഴക്ക്, കലഹമൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. പ്രകോപനകരമായ അവസരങ്ങൾ ഒഴിവാക്കുക, ആത്മസംയമനം പാലിക്കുക. എല്ലാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും. പ്രത്യേകിച്ച് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, സ്പോർട്സ്
കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ ഇന്ന് അനുകൂലമായ ദിവസമായിരിക്കും. ചില ഒടിവ് ചതവ് മുറിവൊക്കെ നിസാരമായത് ഉണ്ടാകാൻ സാധ്യതയുള്ളതൊഴിച്ചാൽ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല. വളരെ ശ്രദ്ധയോടുകൂടി നടക്കുകയും ജോലി ചെയ്യുകയും ഒക്കെ ചെയ്താൽ അതും ഒഴിവാക്കാവുന്നതാണ്. ഈശ്വരൻ തുണയ്ക്കട്ടെ. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്. ഗുണാധിക്യമാണ് കാണുന്നത്. സാമ്പത്തികമായി ഒരുപാട് നേട്ടമുണ്ടാകുന്ന ദിവസമാണെങ്കിലും ശാരീരികമായി കായികമായി ഒക്കെ വളരെയധികം ക്ഷീണം അനുഭവപ്പെടുന്ന ദിവസമാണ്. വിശ്രമം അത്യാവശ്യമാണ്. ഉറക്കം വലിയൊരു ഘടകമാണ്. ഉറക്കം കുറഞ്ഞിരിക്കുന്നവർ തീർച്ചയായിട്ടും ഉറങ്ങാൻ ശ്രമിക്കുക. കണ്ടകശനി കാലമായതുകൊണ്ട് 4ാം ഭാവത്തിൽ ശനി നിൽക്കുന്നതുകൊണ്ട് വാഹന സംബന്ധമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. റിപ്പയറുകൾ വന്നേക്കാം. വാഹനം ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. തിരക്കുള്ള സമയം വാഹനം ഓടിക്കാൻ തിരഞ്ഞെടുക്കാതെ ഇരിക്കുക. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുകയും ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുകയും ചെയ്യേണ്ട ഒരു ദിവസമായിരിക്കും ഇന്ന്. ദീർഘനാളുകളായി അലട്ടിക്കൊണ്ടിരിക്കുന്ന ഉദരസംബന്ധമായ അസുഖങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള ഒരു വഴി തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അതുപോലെ സാമ്പത്തികമായി നേട്ടമുണ്ടാകുന്ന ദിവസമാണ്. അതേപോലെ ചിലവുണ്ടാകുന്ന ദിവസമാണ്. ചിലവുകൾ നിയന്ത്രിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. അനാവശ്യമായ പർച്ചേസുകൾ നടത്താനായിട്ട് ശ്രമിക്കാതെ ഇരിക്കുക. പിന്നീട് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായി വന്നേക്കാം. വിവാഹകാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, വിവാഹകാര്യങ്ങൾ നടക്കുന്നവർക്കൊക്കെ ഇന്ന് വളരെ അനുകൂലമായ ദിവസമായിരിക്കും. ഇന്ന് നല്ല അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ്. ഭൂമി സംബന്ധമായ കാര്യങ്ങൾ, റിയൽ എസ്റ്റേറ്റുകളൊക്കെ ചെയ്യുന്നവർക്ക്, കൃഷി ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായ ദിവസമായിരിക്കും. അതുപോലെ സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് ഇന്ന് വളരെ ആശ്വാസം ലഭിക്കുന്ന ദിവസമാണ്. ഇമ്പോർട്ട് എക്സ്പോർട്ട് നടത്തുന്നവർക്കും ഇന്ന് വളരെ അനുകൂലമായ ദിവസമായിരിക്കും. സ്വന്തമായി ലോഹനിർമ്മിതമായ വസ്തുക്കൾ ഉപയോഗിച്ച് ഉപജീവനം നടത്തുന്നവർക്കും ഇന്ന് അനുകൂലമായ ദിവസമാണ്. യൂണിഫോം ഇട്ട ജോലി ചെയ്യുന്നവർക്ക്, പ്രത്യേകിച്ച് നിയമപാലകർക്ക് ഇന്നത്തെ ദിവസം അത്ര അനുകൂലമായി കാണുന്നില്ല. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ചില വെല്ലുവിളികൾ നേരിടേണ്ടതായി കാണുന്നു. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. ചില വ്യക്തമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനായിട്ട് ഉതകുന്ന ഒരു ദിവസമായിരിക്കും. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് വളരെയധികം ആശ്വാസം ലഭിക്കുന്ന ദിവസമായിരിക്കും. അതേപോലെ ദീർഘകാലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ പെട്ടെന്നുള്ള ചില മാറ്റങ്ങൾ മൂലം വഴിമാറി സഞ്ചരിക്കുവാൻ, അനുകൂലമായി സഞ്ചരിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തൊഴിലിൽ വരുന്ന മാറ്റങ്ങൾ അനുകൂലമായിരിക്കും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനുള്ള ഒരു തീരുമാനം എടുക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. ബന്ധുമിത്രാദികളുടെ വിവാഹകാര്യങ്ങൾ തീരുമാനിച്ചതറിഞ്ഞ് സമാധാനവും സന്തോഷവും ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. പ്രായമേറിയ ആളുകൾക്ക് അസുഖങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്ന രീതിയിലുള്ള ചില ചികിത്സാ സമ്പ്രദായങ്ങൾ ലഭിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. മാതാപിതാക്കളെക്കുറിച്ച് കുറച്ച് ആശങ്കകൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. അതേപോലെ ബന്ധുമിത്രാദികളിൽ ചിലർക്ക് ആപത്തുകൾ സംഭവിക്കുവാനും സാധ്യത കാണുന്നു. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും. ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് അയവ് വരുവാൻ സാധ്യതയുണ്ട്. നിയമപരമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, നിയമപാലകർക്ക്, അതേപോലെ ജൂറീസ്, വക്കീലന്മാർ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക്, നിയമം കൈകാര്യം ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായ ദിവസമായിരിക്കും. കേസുമായി ബന്ധപ്പെട്ട് മനപ്രയാസത്തിലിരിക്കുന്നവർക്ക് ഒത്തുതീർപ്പിനും അതേപോലെ സമാധാനപരമായ ഒരു ഒത്തുതീർപ്പിനോ അല്ലെങ്കിൽ വിധിക്കോ ഒക്കെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും. ഷെയർ തുടങ്ങിയ കാര്യങ്ങൾ നിക്ഷേപിക്കുന്നവർക്ക് ചെറിയ നഷ്ടം വരാനായിട്ട് സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതി, കാല, ഉത്തിട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. ശാരീരികമായി ഉണ്ടായിരുന്ന ക്ലേശങ്ങൾക്കൊക്കെ വളരെ ആശ്വാസം ലഭിക്കുന്ന ദിവസമായിരിക്കും. വിശ്രമിക്കാൻ ലഭിക്കുന്ന ഒരു ദിവസമാണ്. ഒരു അവധിക്കാലത്തിൻ്റെ ഉന്മേഷം വന്ന് അലയടിക്കുന്ന ദിവസമായിരിക്കും. പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാനോ അല്ലെങ്കിൽ
നല്ല ആത്മാക്കളെ അതായത് ഭക്തിയും നിർഭരമായ അല്ലെങ്കിൽ വേദികളായ ആളുകളെയൊക്കെ കണ്ടുമുട്ടാനൊക്കെ സാധ്യതയുള്ള ദിവസമാണ്. വേദകാര്യങ്ങളിൽ ശ്രദ്ധ വച്ചിരിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും. പുതിയ ഗ്രഹത്തിലോട്ട് മാറി അവിടെ സന്തോഷം അനുഭവിക്കാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. സന്താനങ്ങളെക്കുറിച്ച് വളരെയധികം സന്തോഷകരമായ വാർത്തകൾ ലഭിക്കുന്ന ദിവസമായിരിക്കും. എന്നാൽ 7.5 ശനി കാലമായതുകൊണ്ട് ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. സാമ്പത്തികമായ ചില വൈഷമ്യങ്ങൾ വന്ന് പിടിപെടാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ കടം വാങ്ങാനോ ഉള്ള കടം വർദ്ധിക്കാനോ ഒക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും. വളരെ ശ്രദ്ധയോടുകൂടി ചിലവുകൾ ചുരുക്കി മുൻപോട്ട് പോകേണ്ട ആവശ്യമാണ്. സഹോദരങ്ങളുമായി ഇടപെട്ട് ബന്ധപ്പെട്ട് വളരെയധികം കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. എല്ലാ തരത്തിലും അനുകൂലമായ ഒരു ദിവസം തന്നെയാണ്. വളരെ ശ്രദ്ധയോടുകൂടിയും ഭക്തിയോടുകൂടിയും ആത്മസംയമനത്തോടുകൂടിയും മുൻപോട്ട് പോയാൽ പല കാര്യങ്ങളും അനായാസേന നടക്കുന്നതാണ്. എല്ലാ വിഭാഗക്കാർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. ഇന്നത്തെ പരിപാടി നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തതായി നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും എല്ലാ നന്മകളും വരട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം.